ഹലോ വെൽക്കം ബാക്ക്. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ എല്ലാവർക്കും പടച്ചോൻ ആഫിയത്തും ദീർഘായുസ്സും സന്തോഷം തന്ന് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇത് ഇന്ന് ഞാനില്ല മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ ഈസി ദോശ, നീർദോശയും പിന്നെ നമ്മുടെ നോർമലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഞാനിത് സ്പെഷ്യലി മാംഗ്ലൂർ സ്റ്റൈലുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ഈ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സാധാരണ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ ഞാൻ 2.5 കപ്പോളം പച്ചരി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാനൊരു 1/2 കപ്പോളം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് പാകത്തിന് നല്ല നീർദോശ ആക്കുന്നല്ല, അപ്പോൾ അതിന് പാകത്തിന് ഞാൻ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇവിടെ മാവ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ചമ്മന്തിക്കുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കുക. പിന്നെ ഇല്ലേ, എൻ്റെ കയ്യിൽ കത്തി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇല്ലേ, ഞാൻ ഈ നമ്മുടെ ചപ്പാത്തി റോൾ ഉണ്ടാക്കുന്ന ചപ്പാത്തിയുടെ റോളില്ലേ, അതിലിങ്ങനെ കുത്തി പൊട്ടിച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ എടുത്തിട്ട് കുടിച്ചിട്ട് പിന്നെയാണ് തേങ്ങ ചിരണ്ടിയിട്ട് ചമ്മന്തിയാക്കാൻ പോകുന്നത്. അങ്ങനെ ഇതിൻ്റെ വെള്ളം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ചേ കിട്ടിയിട്ടുള്ളൂ, പക്ഷെ നല്ല മധുരം ഉണ്ടായിരുന്നു, നല്ല സ്വീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് തേങ്ങയിൽ കുറേ വെള്ളം ഉണ്ടെങ്കിൽ അത്രയും മധുരം ഉണ്ടാവില്ല, പക്ഷെ കുറച്ചുണ്ടെങ്കിൽ നല്ല മധുരം ഉണ്ടാവും കേട്ടോ. അങ്ങനെ അതിൻ്റെ കാവൽ ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ദോശ ഇതുപോലെ ഇങ്ങനെ നല്ല ചുട്ടിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എത്രയും തിന്നായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട് അത്രയും തിന്നുള്ള ദോശയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. എന്നിട്ട് കുറച്ചും കൂടി ക്രിസ്പി ആക്കിയിട്ടാണ് ഞാൻ ഇതിൽ നിന്ന് എടുത്തിട്ട് കഴിക്കുന്നത്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെറുതായിട്ടുള്ളൊരു ക്രിസ്പിയും ആ ഒരു മുറുമുറാന്ന് പറയുന്ന ദോശ. അതിപ്പോൾ ഇങ്ങനെ ഇളക്കുമ്പോൾ ആദ്യത്തെ ദോശ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ഇങ്ങനെ എന്താ പറയുക ഒട്ടിപ്പിടിച്ച പോലെ തോന്നും. പക്ഷേ ദോശ ഇതിൽ ശരിയായിട്ട് നല്ല നീറ്റായിട്ട് തന്നെ ഇളകി വരുന്ന ഒരു പാത്രം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത് അരിയേണ്ട പാത്രമാണ്. ഇനിയിപ്പോൾ ചമ്മന്തിക്കുള്ള തേങ്ങ അതൊന്ന് ചിരകി എടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ തേങ്ങ ചിരകുന്ന ഇലക്ട്രിക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഹാൻഡ് മെയ്ഡായിട്ടാണ് തേങ്ങ ചിരകി എടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലൊരു എക്സസൈസും കൂടി ആവുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനെ ഇരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത് തേങ്ങയൊക്കെ ചിരണ്ടി കഴിഞ്ഞു. അതിൽ നിന്ന് പകുതി മാത്രമേ എടുത്തിട്ടേ ഉള്ളൂ, പകുതിയല്ല 1/4 കപ്പ് എന്ന് പറയാം. എന്നിട്ട് അതിലോട്ടില്ലേ നമ്മളെ ഹുരിക്കടലെന്ന് പറയുന്നില്ലേ, ഞങ്ങൾ അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. അതിൽ നിന്ന് ഒരു 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് 4 പച്ചമുളകും ഒരു ചെറിയൊരു പുളിയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ കടുകില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ താളിച്ചിട്ടുള്ളത് ഉലുവാനും നമ്മുടെ ഉരിത് ദാൾ ഉഴുന്നു പരിപ്പില്ലേ അതും കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് അതിലോട്ട് നമ്മുടെ മിക്സിയിൽ അരച്ച് വെച്ചിട്ടുള്ള ചമ്മന്തിയും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കുക കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കടുക് താളിച്ചതേ ഉള്ളൂ, പിന്നെ തീ ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ, പിന്നെ തീ കത്തിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഇത് ചമ്മന്തി റെഡി, ദോശ റെഡി. അങ്ങനെ എല്ലാവരും കഴിച്ചിട്ടൊക്കെ പോവാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ടിഫിനും പാക്കാക്കിയിട്ടാണ് ഞാൻ കൊടുത്തു വിടുന്നത് കേട്ടോ. ഈ വീഡിയോ ഷൂട്ടിങ്ങും പിള്ളേരെ റെഡിയാക്കലും പിള്ളേരുടെ ടിഫിൻ പാക്കിങ്ങും പിന്നെ എല്ലാവരുടെ ഫുഡ് നാസ്ത ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെയൊക്കെ കഴിക്കുന്നതിൻ്റെ തിരക്കിൽ എന്തായാലും മോർണിംഗ് ടൈമിൽ എല്ലാവരും പോയി കഴിഞ്ഞിട്ടാണ് കിച്ചൺ ക്ലീൻ ആക്കാൻ പോകുന്നത്. അതിനു മുമ്പ് എന്തായാലും റെഡിയാവാൻ പറ്റില്ല എനിക്ക്. അതിനിടയിൽ വേറെ ജോലികളൊന്നും ചെയ്യാനും പറ്റില്ല കേട്ടോ. അങ്ങനെ ഇത് എല്ലാം പോയി കഴിഞ്ഞിട്ട് കിച്ചൺ എന്നെ ക്ലീൻ ആക്കിയിട്ട് വീഡിയോ ഒന്നുകൂടി കാണിക്കാമെന്ന് പറഞ്ഞിട്ട് കൈകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ക്ലിപ്പിട്ട് തന്നു. പക്ഷേ ക്ലീൻ ആക്കിയിട്ട് പിന്നെ വീഡിയോ എടുക്കാൻ മറന്നു പോയത് കേട്ടോ. താങ്ക് യു.